പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അയർലൻഡിൽ നിന്നും ഒരു മദാമ്മ ഒരാഴ്ചത്തെ ധ്യാനം കൂടുവാനായിട്ട് കേരളത്തിലെത്തി. ധ്യാനം കഴിഞ്ഞ് ശനിയാഴ്ച ദിവസം അവർ പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു നന്ദി പറയാനായിട്ട്. പേഴ്സിൽ നിന്നും കുറേ നോട്ടുകളെടുത്ത് എൻ്റെ അത് നീട്ടി. ഞാൻ പറഞ്ഞു, സോറി, വി ദ കൗൺസിലേഴ്സ് കാൺട്ട് റിസീവ് എനി മണി ഓർ ഗിഫ്റ്റ് ഫ്രം അതേഴ്സ്. സോ ഇഫ് യു ലൈക്ക് ടു ഗിവ് യു ക്യാൻ ഗോ ടു ദ ഡൊണേഷൻ കൗണ്ട് ആൻഡ് ഗിവ് ഇറ്റ് ദെയർ ആൻഡ് ഗെറ്റ് ദ റെസിപ്റ്റ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ചായനാണ് അവരോട് കൊണ്ടുവന്നത്. അദ്ദേഹവും അയർലൻഡിൽ വർക്ക് ചെയ്യാണ്. അയാൾ പറഞ്ഞു, നോ 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 ഐ ഹാവ് ഓൾറെഡി ഗിവൻ ദം ഇനഫ്. ഉടനെ മാതാവ് മനസ്സോടെ ആ നോട്ടുകൾ പേഴ്സിലേക്ക് തിരികെ വെച്ചു. അപ്പോൾ അച്ചായനോട് പറഞ്ഞു, ബ്രദറെ, ഇന്ന് ഫ്രീ അല്ലേ, നമുക്ക് എയർപോർട്ട് വരെ പോയാൽ ഇവരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഒരു ടാക്സി വിളിച്ചു. ഞങ്ങൾ എയർപോർട്ടിലെത്തി. ടാക്സിക്കാരൻ്റെ പേയ്മെൻറ്റൊക്കെ മദാമ്മ നടത്തി. കൂടുതലായിട്ടൊരു 1000 രൂപ ടിപ്പും കൊടുത്തു. അപ്പോഴാണ് അതിലൂടെ അതിനുശേഷം ഈ മദാമ്മ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടുകളെല്ലാം പേഴ്സിൽ അടുക്കി പെറുക്കി പേഴ്സോടുകൂടി കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് അതിലൂടെ ഒരു പയ്യൻ കർച്ചീഫ് വിൽക്കാനെത്തിയത്. മദാമ്മ പറഞ്ഞു, ഗിവ് മീ വൺ. അപ്പോൾ അച്ചായൻ ചോദിച്ചു, എന്താണ് അതിൻ്റെ വില? അവൻ പറഞ്ഞു 150 രൂപ. വേണ്ട വേണ്ട വേണ്ട, ഒരു 5 രൂപ 10 രൂപ വില ഉള്ളൂ, ഇന്ന് പൊക്കോ. മാതാമ്മ വീണ്ടും പറഞ്ഞു, പ്ലീസ് ഗീവ് മീ വൺ. അപ്പോൾ അയാൾ മാതാമ്മയോട് പറഞ്ഞു, നോ നോ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി, ഹീസ് ചീറ്റിങ് യു. മാതാമ്മ ഡോണ്ട് വറി, പ്ലീസ് ഗെറ്റ് മീ വൺ. ഉടനെ അയാൾ വാങ്ങിച്ചു കൊടുത്തില്ല, നിർബന്ധം പിടിച്ചു. അയാൾ പയ്യനെ ഓടിച്ചു വിട്ടു. മാതാമ്മ മനസ്സോടെ പോകാനൊരുങ്ങുമ്പം പിറുപിറുക്കുന്നു കേട്ടു. ഇന്ത്യൻസ് ആർ റിയലി വെരി ബാഡ്. ഷെയിം ഓൺ ദി ഇന്ത്യൻസ്. പ്രിയമുള്ളവരെ, നമ്മളിത് ആരെ പഴിക്കും? പണം തൂർത്തടിക്കുന്ന മദാമ്മയെയോ, അതെയോ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന പയ്യനെയോ, അതേ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗൈഡിനെയോ അച്ചായനെയോ? നമ്മളും ആരെങ്കിലുമൊക്കെ പഴിക്കും. പക്ഷെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു യാചകന് വരുമ്പോൾ ദൈവം നമുക്ക് ഇഷ്ടംപോലെ കോരി തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അറിയിക്കുന്നതിൽ കൂടുതലായിട്ട് പണവും സമ്പത്തും ഒക്കെ തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.